ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന കേരളം പുരാതന പൈതൃകത്തിന്റെയും സമ്പന്നമായ പാരമ്പര്യങ്ങളുടെയും അതുല്യമായ സാംസ്കാരിക സ്വത്വത്തിന്റെയും നാടാണ്. ശക്തരായ ചേര രാജവംശം മുതൽ സാമൂതിരിമാരുടെ സമുദ്ര വ്യാപാരം വരെയും യൂറോപ്യൻ കോളനിവൽക്കരണം മുതൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വരെയും നൂറ്റാണ്ടുകളായി കേരളം ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. യുദ്ധങ്ങൾ, വ്യാപാരം, വിപ്ലവങ്ങൾ, സാമൂഹിക പരിഷ്കാരങ്ങൾ എന്നിവയെല്ലാം കണ്ട് അവ ഓരോന്നും അവിടുത്തെ ജനങ്ങളിലും സംസ്കാരത്തിലും ശാശ്വതമായ സ്വാധീനം ചെലുത്തി. എന്നാൽ പുരാതന ഭരണാധികാരികളുടെ നാട്ടിൽ നിന്ന് ഇന്നത്തെ പുരോഗമന സംസ്ഥാനമായി കേരളം എങ്ങനെ പരിണമിച്ചു? ഏതൊക്കെ ശക്തികളാണ് അതിന്റെ ചരിത്രത്തെ രൂപപ്പെടുത്തിയത്? കേരളത്തിലെ രാജവംശത്തിന്റെ ഉയർച്ചയ്ക്കും പതനത്തിനും കാരണമായത് എന്താണ്? കേരളത്തിന്റെ അവിശ്വസനീയമായ ചരിത്രം കണ്ടെത്തുന്നതിനായി നമുക്ക് കാലത്തിലൂടെ ഒരു യാത്ര ആരംഭിക്കാം. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന് വളരെ മുമ്പ് തന്നെ സിന്ധു നദീതട നാഗരികതയുടെ പിൻഗാമികളാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ദ്രാവിഡ ജനതയാണ് കേരളത്തിലെ ദേശങ്ങളിൽ വസിച്ചിരുന്നത്. BC 300 ആയപ്പോഴേക്കും കേരളം ചേര രാജവംശത്തിന്റെ ഭരണത്തിന് കീഴിലായി തമിഴകം പ്രദേശത്തിന്റെ ഭാഗമായിരുന്നു. പുരാതന ദക്ഷിണേന്ത്യയിലെ 3 മഹത്തായ തമിഴ് രാജവംശങ്ങളിൽ ചോളർക്കും പാണ്ഡ്യർക്കുമൊപ്പം ഒരു തമിഴ് രാജവംശമായിരുന്നു ചേരന്മാർ. വഞ്ചി തലസ്ഥാനമാക്കി അവർ കേരളത്തിന്റെയും പടിഞ്ഞാറൻ തമിഴ്നാടിന്റെയും ഭൂരിഭാഗം ഭരിച്ചു. വഞ്ചി എന്ന് പറയുന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂരിന് സമീപമായിരുന്നു. ചേരന്മാർ ശക്തരായ സമുദ്ര വ്യാപാരികളായിരുന്നു. കേരളത്തെ റോം, ഗ്രീസ്, അറേബ്യ, ചൈന എന്നിവയുമായി സമുദ്രം വഴി ബന്ധിപ്പിച്ചു. ആധുനിക കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ നിലനിന്നിരുന്ന മുസിരിസ് പോലെയുള്ള തുറമുഖങ്ങൾ സുഗന്ധദ്രവ്യങ്ങളും മുത്തുകളും ചന്ദനവും വിലയേറിയ രത്നങ്ങളും വ്യാപാരം ചെയ്യുന്ന പ്രധാന വ്യാപാര കേന്ദ്രമായി മാറി. BC 300 മുതൽ AD 300 വരെ തമിഴ് കവികൾ എഴുതിയ സംഘസാഹിത്യം കേരളത്തെ പ്രകൃതി സൗന്ദര്യവും വ്യാപാരവും കൊണ്ട് സമ്പന്നമായ ഒരു സമൃദ്ധിയുടെ നാടായി വിശേഷിപ്പിക്കുന്നു. എന്നിരുന്നാലും 12ാം നൂറ്റാണ്ടോടെ ചോളരും പാണ്ഡ്യരുമായുള്ള തുടർച്ചയായ യുദ്ധങ്ങൾ കാരണം ചേര രാജവംശം ക്ഷയിച്ചു. ഇത് കേരളത്തിൽ പ്രാദേശിക രാജ്യങ്ങളുടെ ഉദയത്തിലേക്ക് നയിച്ചു. ചേരന്മാരുടെ പതനത്തിന് ശേഷം കേരളം ചെറിയ ഫ്യൂഡൽ രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. ഓരോന്നും ഒരു പ്രാദേശിക പ്രമുഖനോ രാജാവോ ഭരിച്ചു. അവരിൽ ഏറ്റവും ശക്തരായ ഭരണാധികാരികൾ ഇവരായിരുന്നു. കോഴിക്കോടുണ്ടായിരുന്ന സാമൂതിരിമാർ, തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വേണാട് ഭരണാധികാരികൾ, കണ്ണൂർ മേഖല ഭരിച്ചിരുന്നത് കോലത്തു നാട്ടുകാരാണ്. പിന്നെയുള്ളത് പെരുമ്പടപ്പ് സ്വരൂപം എന്നും അറിയപ്പെടുന്ന കൊച്ചി രാജ്യം. ഈ കാലയളവിൽ കേരളത്തിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളായി കോഴിക്കോട് സാമൂതിരിമാർ പ്രശസ്തിയിലേക്ക് ഉയർന്നു. അറബ് വ്യാപാരികളുമായി ശക്തമായ സഖ്യങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അവർ സുഗന്ധദ്രവ്യ വ്യാപാരം നിയന്ത്രിച്ചു. കേരളത്തിൽ ഇസ്ലാം അതിവേഗം വ്യാപിച്ചു. മാപ്പിള മുസ്ലിം സമൂഹം അഭിവൃദ്ധി പ്രാപിച്ചു. കളരിപ്പയറ്റ് എന്ന കലാരൂപവും പരമ്പരാഗത ഹിന്ദു ക്ഷേത്രങ്ങളും കേരള സംസ്കാരത്തിന്റെ കേന്ദ്രബിന്ദുവായി. നൂറ്റാണ്ടുകളായി കേരളം സ്വതന്ത്രവും സമ്പന്നവുമായി തുടർന്നു. എന്നാൽ 1498 യൂറോപ്യന്മാരുടെ വരവോടെ എല്ലാം മാറി. 1498 ഒരു പോർച്ചുഗീസ് പര്യവേഷകനായ വാസ്കോഡ ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് കപ്പലിറങ്ങി. കേരളത്തിൽ യൂറോപ്യൻ കൊളോണിയലിസത്തിന്റെ തുടക്കം കുറിച്ചു. പോർച്ചുഗീസുകാർ പെട്ടെന്ന് സുഗന്ധദ്രവ്യ വ്യാപാരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും കൊച്ചിയിലും കണ്ണൂരിലും കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്തു. അവർ ക്രിസ്തുമതം പ്രചരിപ്പിച്ചു. ഇത് സിറിയൻ ക്രിസ്ത്യ സമൂഹത്തിന്റെ ഉദയത്തിലേക്ക് നയിച്ചു. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തൽ ഭരണം സാമൂതിരിമാരിൽ നിന്നും പ്രാദേശിക പ്രഭുക്കന്മാരിൽ നിന്നും ചെറുത്തുനിൽപ്പിന് കാരണമായി. 1600കളിൽ ഡച്ചുകാരെത്തി പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊച്ചിയുടെയും മറ്റ് തീരദേശ പ്രദേശങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തു. മാർത്താണ്ഡവർമ്മ പോലെയുള്ള പ്രാദേശിക ഭരണാധികാരികളുടെ ചെറുത്തുനിൽപ്പിന് ശേഷം ഡച്ചുകാർ ഏകദേശം 100 വർഷം ഭരിച്ചു. കേരള ചരിത്രത്തിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിൽ ഒരാളാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ. തെക്കൻ കേരളത്തിന്റെ ഭൂരിഭാഗവും ഏകീകരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ രാജ്യം വികസിപ്പിച്ചു. 1471 കൊളച്ചൽ യുദ്ധത്തിൽ അദ്ദേഹം ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഒരു ഏഷ്യൻ രാജ്യം ഒരു യൂറോപ്യൻ ശക്തിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ആദ്യ സംഭവമായിരുന്നു അത്. തിരുവിതാംകൂറിനെ ശക്തമായ ഒരു രാജ്യമാക്കി മാറ്റിയ ഭരണ പരിഷ്കാരങ്ങളും സൈനിക തന്ത്രങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു. എന്നിരുന്നാലും 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മൈസൂറിലെ ടിപ്പു സുൽത്താന്റെ ആക്രമണങ്ങൾ കേരളം നേരിട്ടു. ടിപ്പു സുൽത്താന്റെ സൈന്യം മലബാർ ആക്രമിച്ചു. ഇത് കൂട്ടക്കൊലയ്ക്കോ നിർബന്ധിത മതപരിവർത്തനത്തിനും കാരണമായി. അഭയം തേടി നിരവധി ഹിന്ദുക്കൾ തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്തു. 1799
ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരാൽ കൊല്ലപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ ഭരണം അവസാനിച്ചു. 1800-കളോടെ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ ബ്രിട്ടീഷുകാർ പൂർണ്ണ നിയന്ത്രണം നേടി കേരളത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് കീഴിലാക്കി. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കേരളം സാമൂഹികവും സാമ്പത്തികവുമായ കാര്യമായ മാറ്റങ്ങൾ സാക്ഷ്യം വഹിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ജാതി വ്യവസ്ഥ കർക്കശമായിരുന്നു. താഴ്ന്ന ജാതി സമൂഹങ്ങൾ വിവേചനം നേരിട്ടു. മിഷനറിമാർ ആധുനിക വിദ്യാഭ്യാസം അവതരിപ്പിച്ചു. ഇത് സാക്ഷരതയുള്ള ഒരു സമൂഹത്തിന്റെ ഉദയത്തിലേക്ക് നയിച്ചു. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കൾ ജാതി വിവേചനത്തിനെതിരെ പോരാടുകയും സാമൂഹിക നീതി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ കേരളവും ഒരു പങ്ക് വഹിച്ചു. മാപ്പിള മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന 1921 മലബാർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്നു. കെ കേളപ്പൻ, വക്കം മൗലവി, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ നേതാക്കൾ കൊളോണിയൽ ഭരണത്തിനെതിരെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. ഒടുവിൽ 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. കേരളം ആധുനികവൽക്കരണത്തിന്റെ പാതയിലായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ കേരളം പുനഃസംഘടിപ്പിക്കപ്പെട്ടു. 1956 നവംബർ 1 തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ സംയോജിപ്പിച്ച് ആധുനിക കേരള സംസ്ഥാനം ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടു. സാമൂഹിക പുരോഗതികൾക്കും വികസനത്തിനും കേരളം വളരെ പെട്ടെന്ന് ഒരു മാതൃകയായി മാറി. 100% സാക്ഷരത നേടിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറി. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാർ 1957 കേരളത്തിൽ രൂപീകരിച്ചു. ഭൂപരിഷ്കരണങ്ങളും സാമൂഹിക ക്ഷേമ പദ്ധതികളും അവതരിപ്പിച്ചു. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവ ഗണ്യമായി മെച്ചപ്പെട്ടു. ഇന്ന് കേരളം ഇനി പറയുന്ന കാര്യങ്ങൾക്ക് പേരുകേട്ടതാണ്. ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സ്വാധീനങ്ങൾ കൂടിച്ചേർന്ന് സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യങ്ങൾ, വെല്ലുവിളികൾക്കിടയിലും വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക സമത്വം എന്നിവയിൽ കേരളം ഒരു ലീഡറായി തുടരുന്നു. കേരളത്തിന്റെ ചരിത്രം പ്രതിരോധശേഷി, വ്യാപാരം, പരിവർത്തനം എന്നിവയുടെ കഥയാണ്. പുരാതന ചേര രാജവംശം മുതൽ സാമൂതിരിമാരുടെ നേവൽ പവർ വരെ, യൂറോപ്യൻ കോളനിവൽക്കരണം മുതൽ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം വരെ കേരളം നിരന്തരം പരിണമിച്ചു. ഒരു സവിശേഷ സ്വത്വം രൂപപ്പെടുത്തി. ഇന്നും അതിന്റെ സാംസ്കാരിക വൈവിധ്യം, പുരോഗമന മനോഭാവം, ആഴത്തിൽ വേരൂന്നിയ പാരമ്പര്യങ്ങൾ എന്നിവ കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും സവിശേഷമായ സംസ്ഥാനങ്ങളിലൊന്നാക്കി മാറ്റുന്നു. ചരിത്രത്തിന്റെയും പൈതൃകത്തിന്റെയും പ്രതീക്ഷയുടെയും നാടായ കേരളത്തിന്റെ കഥയാണ് ഇത്. നമ്മുടെ ചാനലിൽ ഇതുപോലെ ചരിത്ര സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇതുപോലെ ചരിത്രത്തെ പറ്റിയും നമ്മുടെ നാടിന്റെ ഇതിഹാസത്തെ പറ്റിയുമെല്ലാം കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ അതുൽ വിജയൻ എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ഫ്രം അതുൽ വിജയൻ.